വാർത്തകൾ തുടരുന്നു. സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി പി വാസുദേവനെ തിരഞ്ഞെടുത്തു. പാർട്ടി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പി വാസുദേവൻ. മഞ്ചേരിയിൽ നടന്ന ജില്ലാ സമ്മേളനമാണ് 68-കാരനായ വാസുദേവനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്ത് ഇദ്ദേഹം സജീവമായത്. KSYF പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറിയും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്നു. 1975-ൽ CPM അംഗമായ വാസുദേവൻ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായും തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 3 തവണ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗമായി, പിന്നീട് സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ആയി. സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ്. കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മികച്ച സഹകാരികളിൽ ഒരാളാണ് വാസുദേവൻ. 1977 മുതൽ പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ഡയറക്ടറായ ഇദ്ദേഹം 1980 മുതൽ ബാങ്ക് ചെയർമാനാണ്. സഹകരണ അർബൻ ബാങ്കുകളുടെ ഫെഡറേഷൻ ചെയർമാൻ, EMS സഹകരണ ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, EMS സംസ്ഥാന ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണററി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് മുൻ ചെയർമാനാണ്. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി പുത്തൻവീട്ടിൽ പരമേശ്വരത്ത് വേലായുധൻ നായുടെയും മാധവി അമ്മയുടെയും മകനായി 1943 ജനിച്ചു. ഇടത്തരം കർഷക കുടുംബമാണ് ഇവരുടേത്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലും പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1957-ൽ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവിഭക്ത പാർട്ടി നേതാവായിരുന്ന P. ഗോവിന്ദൻ നമ്പ്യാരുടെ സഹോദരി പുത്രനാണ്. ഭാര്യ ഓമന പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ്. വിജോയ് ദേശാഭിമാനി മലപ്പുറം, രഞ്ജിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ, നിഖിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോട്ടക്കൽ ആയുർവേദ ശാഖ, ചെന്നൈ ശാഖ എന്നിവരാണ് മക്കൾ. SSLC വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചതുർദിന അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. സ്കൂളിൽ നിന്നും ഇത്തവണ 548 പേരാണ് പരീക്ഷ എഴുതുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ വിഷയാധിഷ്ഠിത പരിശീലനത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി സംവാദവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പാഠഭാഗങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ജനുവരി അവസാന വാരത്തോടെ പ്രാദേശിക പഠന ക്യാമ്പുകളും ആരംഭിക്കും. രാവിലെ 6 മുതൽ 4:30 വരെയാണ് നിലവിലെ ക്യാമ്പിന്റെ സമയം. പൂക്കോട്ടുംപാടം സ്കൂളിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം P. ഖാലിദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PV സിന്ധു അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ VP സുബൈർ, സ്റ്റാഫ് സെക്രട്ടറി രഘുവീർ രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം KP ജൽസീമിയ, നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ ആരേടൻ ഷൌക്കത്ത്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അംഗം ശിവദാസൻ ഉള്ളാട് എന്നിവർ ക്യാമ്പിൽ പങ്കെടുക്കും. പുതുക്കി പണിയുന്ന മയ്യന്താണി ശ്രീ ദേവി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുകളുടെ കട്ടിളവെപ്പ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. 100 കണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ഷഠാധാര പ്രതിഷ്ഠയോടെ നിർമ്മിക്കുന്ന മൂകാംബികാദേവി, കൊടുങ്ങല്ലൂർ ഭഗവതി എന്നിവരുടെ ശ്രീകോവിലുകളുടെ കട്ടിളവെപ്പ് കർമ്മമാണ് നടന്നത്. പൂജാ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ ലക്ഷ്മി മഠം ലക്ഷ്മണ ശർമ്മ, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ നാരായണ ശർമ്മ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. രാവിലെ 9 മണിക്കും 10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങ് നടന്നത്. 30 ലക്ഷം രൂപ ചെലവിൽ ചുറ്റമ്പലത്തോടുകൂടിയാണ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. 2 ദേവീക്ഷേത്രങ്ങൾക്ക് പുറമെ ഉപദേവന്മാരായി ഗണപതി, അയ്യപ്പൻ, ഗുരു എന്നിവർക്കും പ്രത്യേകം ശ്രീകോവിലുകൾ നിർമ്മിക്കുന്നുണ്ട്. ചടങ്ങുകൾക്ക് ക്ഷേത്ര നിർമ്മാണ ശില്പി കരിക്കാട് ശങ്കരൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K. രാമകൃഷ്ണൻ, സെക്രട്ടറി KV വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് APL കാർഡ് ഉടമകൾക്ക് 750 ഗ്രാം, APL AAY കാർഡ് ഉടമകൾക്ക് 1 കിലോഗ്രാം പഞ്ചസാര സ്പെഷ്യലായി കിലോഗ്രാമിന് 13 രൂപ 50 പൈസ നിരക്കിൽ റേഷൻ കടകളിൽ ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. രുചിഭേദങ്ങളുടെ പുത്തൻ കലവറയുമായി ചിക്ക് ബേക്ക് ബ്രോസ്റ്റ് ആൻഡ് ഫാമിലി റെസ്റ്റോറന്റ് പൂക്കോട്ടുംപാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. മഹൽകാസി സിദ്ദീഖ് അൻവേരി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രമുഖ രാഷ്ട്രീയ, സാംസ്കാരിക, മത, വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.
അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന രുചിഭേദങ്ങൾ മനസ്സിലാക്കി ആവശ്യക്കാരന്റെ രുചിക്കനുസരിച്ച് ബ്രോസ്റ്റ്, തന്തൂരി ചിക്കൻ, തന്തൂരി റൊട്ടി, ആൽഫാം, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, മറ്റ് ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങൾ എന്നിവ പാചകക്കാരെ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തു എന്നത് ചിക്ക് ബേക്കിന്റെ മാത്രം പ്രത്യേകതയാണ്. മാത്രമല്ല, വാഹന ഗതാഗത കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളുടെ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്ത് കുടുംബസമേതം ഭക്ഷണം കഴിക്കാവുന്ന പൂക്കോട്ടുംപാടത്തെ ഏക റെസ്റ്റോറന്റ് ചിക്ക് ബേക്ക് ബ്രോസ്റ്റ് ആൻഡ് ഫാമിലി റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് മേഖലയിൽ എടവണ്ണയിലും കാവനൂരിലും രുചിയുടെ പര്യായങ്ങൾ തീർത്ത ഹൈവേ ബ്രോസ്റ്റ് ചിക്ക് ബേക്കിന്റെ സഹോദര സ്ഥാപനങ്ങളാണ്. കൂടാതെ നിങ്ങളുടെ വിഭവങ്ങൾ മുൻകൂർ ഓർഡർ സ്വീകരിച്ച് നിങ്ങൾക്കായി നിർമ്മിച്ചു നൽകുവാൻ പ്രത്യേക വിഭാഗവും ചിക്ക് ബേക്കിൽ ഒരുക്കിയിട്ടുണ്ട്. പൂക്കോട്ടുംപാടം മെയിൻ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ചിക്ക് ബേക്ക് ബ്രോസ്റ്റ് ആൻഡ് റെസ്റ്റോറന്റ് മാനേജ്മെന്റും സ്റ്റാഫും ഉദ്ഘാടന വേളയിൽ സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ കമ്പോള നിലവാരം. നാലാം ട്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 200 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബന്ധം ജോസ് ആലുക്കാസ്. സ്വർണം ഗ്രാമിന് 2565 രൂപ, പവന് 20,520 രൂപ, വെള്ളി ഗ്രാമിന് 53 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃഷി ആവശ്യത്തിനുള്ള പദ്ധതി ജനോപകാരപ്രദമല്ലെന്നാരോപിച്ച് ജനകീയ സമിതി കരുവാരകുണ്ട് സിറ്റി ചേരിപ്പടിയിൽ കനാർ നിർമ്മാണം തടഞ്ഞു. ഇത് സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജനകീയ കമ്മിറ്റിയും നടത്തിയ ചർച്ച വാക്കേറ്റത്തിൽ കലാശിച്ചു. പ്രശ്നങ്ങൾക്ക് പിന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യു സെബാസ്റ്റ്യൻ. ടൂർണമെന്റുകളുടെ കുറവും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഏർപ്പെടുത്തിയ നിയന്ത്രണവും വിദേശ ഫുട്ബോൾ താരങ്ങൾക്ക് തിരിച്ചടിയാവുന്നു. ഇതോടെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലൂടെ വരുമാനം നേടാനെത്തിയ വിദേശ താരങ്ങൾ പ്രതിസന്ധിയിൽ. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. PP വാസുദേവനാണ് ഇനി ജില്ലാ CPM-നെ നയിക്കുക. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.